ഹായ് ആതിര, ഇന്ന് എന്താ പരിപാടി? നമ്മൾ ഇന്ന് മാരുതി സുസുക്കിയുടെ സൈഡിൽ നിന്ന് ഉള്ള ഒരു വെഹിക്കിൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോവാണ്. ലുക്ക് കൊണ്ടും പെർഫോമൻസ് കൊണ്ടും സേഫ്റ്റി കൊണ്ടും ടെക്നോളജി കൊണ്ടും എല്ലാവരെയും അമ്പരിപ്പിച്ചിട്ടുള്ള മാരുതി സുസുക്കിയുടെ വിക്ടോറിയസ്. രണ്ട് വേരിയൻസ് നമ്മുടെ കൂടെ ഉണ്ട്. ഒന്ന് CNG വേർഷനും മറ്റൊന്ന് സ്ട്രോങ് ഹൈബ്രിഡും. ഈ ഒരു വെഹിക്കിൾ ശരിക്കും വാല്യൂ ഫോർ മണി വെഹിക്കിൾ ആണോ? ഒന്ന് നോക്കിയാലോ. ശരിക്കും ഈ ഒരു മിഡ് സൈസ് SUVക്ക് കുറച്ചധികം പ്രത്യേകതകളുണ്ട്. 2026 ഇന്ത്യൻ കാർ ഓഫ് ദി ഇയർ. കൂടാതെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ 1 ലക്ഷം വാഹനങ്ങൾ വിറ്റഴിക്കപ്പെട്ടു എന്നുള്ള സെയിൽസ് റെക്കോർഡും നമ്മുടെ ഈ ഒരു വിക്ടോറിയസിനുണ്ട്. ഇനി ഓവറോൾ ഫ്രണ്ട് ലുക്ക് ഒന്ന് നോക്കിയാലോ. ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കറിയാം ഭയങ്കര ഷാർപ്പ് എയറോഡൈനാമിക് ആയിട്ടുള്ള ഭയങ്കര ബോൾഡ് ഒരു ഫീലിലുള്ള ലുക്കിലാണല്ലേ കാണുന്നത്. ഭയങ്കര യൂണീക്ക് ആയിട്ടുള്ള ഡിസൈനിലുമാണ് കാണുന്നത്. അതിൽ നമുക്ക് അട്രാക്ഷൻ കിട്ടുന്ന ഒരു പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൾ കട്ട് LED ഡിയാൽസ് കാണാം. അതോടൊപ്പം തന്നെ HD 360 ക്യാമറയുടെ സപ്പോർട്ട് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും ഫ്രണ്ടിലും റെയിലും സെൻസേഴ്സും ഈ ഒരു മോഡലിലെ ടോപ്പിന്റെ പുറത്തും നമുക്ക് കിട്ടുന്നുണ്ട്. സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും പുതിയ രീതിയിലുള്ള എയറോ കട്ട് അലോ വീൽസ് കാണാം. 17 ഇഞ്ച് വീൽസ് ആണ് ടോപ്പിലേക്ക് കിട്ടുന്നത്. അതേപോലെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിലായിട്ട് 360 ക്യാമറയുടെ ആ ഒരു സപ്പോർട്ടും ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നുണ്ട്. ഇനി വിക്ടോറിയസിന്റെ റിയർ പോർഷൻ സെഗ്മെന്റഡ് LED ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ് കേട്ടോ കാണുന്നത്. നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഡിസൈൻ അല്ലേ. ശരിക്കും വിക്ടോറിയസ് 4 ഓപ്ഷൻസിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് സ്ട്രോങ് ഹൈബ്രിഡ്, മറ്റൊന്ന് സ്മാർട്ട് ഹൈബ്രിഡ്, പിന്നെ SCNG, അതേപോലെ ഓൾ ഗ്രിപ്പ്. അങ്ങനെ 4 വേരിയൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ സൈലന്റ് ഡ്രൈവ് ഇഷ്ടപ്പെടുന്നവർക്ക് ആപ്റ്റായിട്ടുള്ള മോഡലാണ്. അതേപോലെ SCNG നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ വേണ്ടി പറ്റുന്നൊരു മോഡലാണ്. അതായത് സെഗ്മെന്റിലെ തന്നെ ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ഈ ഒരു SCNG. ഇനി ഞാൻ അടുത്തൊരു പ്രത്യേകത കാണിച്ചു തരാം. ബൂട്ട് സ്പേസ് നമ്മൾ ഭാര്യയുടെ സൈഡിൽ നിന്നുള്ള ഒരു സ്മാർട്ട് വർക്കാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അതായത് ഇപ്പോൾ ഈ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ബൂട്ട് സ്പേസ് ആണല്ലോ. സാധാരണ CNG വേർഷനിലേക്ക് വരുമ്പോഴത്തേക്കും ടാങ്ക് കാരണം ഒരുപാട് സ്പേസ് പോകാറുണ്ടല്ലേ. എന്നാൽ അതേപോലെ തന്നെ സ്പേസ് ഒട്ടും നഷ്ടപ്പെടാതെ ഈ ഒരു SCNG വേർഷനിൽ ഈ ഒരു ബൂട്ട് സ്പേസ് നമുക്ക് ധാരാളമായിട്ട് കിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CNGയുടെ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് അടിഭാഗത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ലഗേജ് സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഒട്ടും സ്പേസ് പോകുന്നുമില്ല. ശരിക്കും ഈ ഒരു വിക്ടോറിയസിൻ്റെ വേർഷൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നി നമ്മുടെയൊക്കെ നീഡ്സ് അനുസരിച്ചിട്ട് ഇഷ്ടമുള്ള ചോയ്സ് എടുക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് എന്തായാലും മാരുതി ഈ ഒരു വെഹിക്കിളിന് പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇൻസൈഡ് കാണിച്ചു തരാം. ഇനി ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ഈ ഒരു സീറ്റിംഗ് നോക്കിയേ. ബക്കറ്റ് സീറ്റ്സിൻ്റെ ആ ഒരു ഡിസൈനും അല്ലെങ്കിൽ ആ ഒരു കംഫർട്ട് കിട്ടുന്ന രീതിക്കാണ് വന്നിട്ടുള്ളത്. അതുമാത്രമല്ല 8 വേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് സീറ്റ്സ് വന്നിട്ടുള്ളത്. 2 സീറ്റും വെന്റിലേറ്ററും ആണ്. ഇന്ത്യയിലേക്ക് കയറുമ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും ഫീൽ വെച്ചാൽ ഈ ഒരു സീറ്റിംഗ് കംഫർട്ട് കുറച്ചധികം നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ HUD ഡിസ്പ്ലേ, നമുക്ക് മാരുതി കാസിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു HUD ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഈ ഒരു മോഡലിന് പുറത്തുനിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ ഭാരത് NCAP-ലും GNCAP-ലും 5 സ്റ്റാർ റേറ്റിംഗ് ഈ ഒരു മോഡലിന് പുറത്ത് കിട്ടുന്നുണ്ട്. അതേപോലെ ADAS Level 2 സപ്പോർട്ട് കിട്ടുന്നുണ്ട്. 10 ആക്റ്റീവ് സേഫ്റ്റി ഫംഗ്ഷൻസ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ്, ലൈൻ സ്പോട്ട് മോണിറ്റർ, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ വിത്ത് കർവ് സ്പീഡ് റിഡക്ഷൻ, ലെയിൻ കീപ്പ് അസിസ്റ്റ് തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ADASന്റെ സപ്പോർട്ട് നമുക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ പുറത്ത് ആഡ് ഓൺ ആണ്. ഇപ്പം റാലിയിലൊക്കെ ഒരു നാവിഗേറ്റർ അല്ലെ കോ ഡ്രൈവറിൻ്റെ സപ്പോർട്ട് എന്നൊക്കെ പറയുന്ന പോലെ നമുക്കൊരു എക്സ്ട്രാ സപ്പോർട്ടാണ് ഈ പറഞ്ഞ പോലെയുള്ള ADASന്റെ സപ്പോർട്ടൊക്കെ. അപ്പം ഓവറോൾ നോക്കുമ്പോഴത്തേക്കും സേഫ്റ്റി പാക്ക് കൊണ്ട് ഏറ്റവും ബെറ്റർ ഓപ്ഷനിലാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. പിന്നെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുമ്പോഴത്തേക്കും 10.1 ഇഞ്ചിൻ്റെ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുന്നുണ്ട്. അതിൽ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ 360 ക്യാമറയുടെ സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ടീവ് ആണെന്ന് തോന്നി. അത്യാവശ്യം വലിയ സ്ക്രീനുമാണ്, നല്ല ക്വാളിറ്റി HD ക്യാമറയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കുറച്ചുകൂടെ സപ്പോർട്ടിങ് വിധമായിട്ട് തോന്നിയിട്ടുണ്ട്. അതേപോലെ ഡ്രൈവ് മോഡ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈസി ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി 2 സ്വിച്ചസ് സെൻട്രലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് വെന്റിലേറ്റർ സീറ്റ്സിൻ്റെയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു മോഡലിൽ 6 ആംബിയൻ ലൈറ്റ് വരുന്നുണ്ട്. അതേപോലെ നെക്സ്റ്റ് ജെൻ സുസുക്കി കണക്റ്റ് പ്ലസ് അലക്സയുടെ വോയിസ് കമാൻഡ് സപ്പോർട്ടും കിട്ടുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യം പനോറാമിക് സൺറൂഫും ഈ ഒരു മോഡലിന് പുറത്ത് ടോപ്പ് എൻഡിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് CNG വെഹിക്കിൾ ഒന്ന് ഡ്രൈവിന് എടുക്കാം. അപ്പം ശരിക്കും ഓട്ടോമാറ്റിക് ഓപ്ഷൻ അവൈലബിൾ അല്ല. CNGക്ക് ഉള്ളി മാനുവൽ ഓപ്ഷനേ അവൈലബിൾ ഉള്ളൂ. 5+1 ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഞാനിപ്പോൾ CNGയിലാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു പവർ ഫിഗേഴ്സ് നോക്കി കഴിഞ്ഞാൽ 1.5 ലിറ്റർ എഞ്ചിനാണ്. 64.6 കിലോവാട്ട് പവറാണ് ഇതിന് കിട്ടുന്നൊരു പവർ ഫിഗേഴ്സ് കേട്ടോ. അപ്പോൾ ഓവറോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കിട്ടുന്നത്. പിന്നെ ശ്രദ്ധിച്ചാൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പില്ലറിന്റെ സൈസൊക്കെ ചെറുതായതുകൊണ്ട് തന്നെ വിസിബിലിറ്റി പാർട്ട് നല്ലതായിട്ടുണ്ട്. ഇപ്പോൾ ടേൺ എടുക്കുന്ന സമയത്താണെങ്കിലും അത്യാവശ്യം നമുക്ക് നല്ല രീതിയിലുള്ള വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ ഓവറോൾ വിക്ടോറിയസ് എങ്ങനെയുണ്ട്?
കുറേ അധികം വേരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ നീഡ്സിനനുസരിച്ച് കറക്റ്റ് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലേ. ഇപ്പോൾ CNG വേണമെങ്കിൽ അങ്ങനെ, സ്മാർട്ട് ഹൈബ്രിഡ് വേണമെങ്കിൽ അങ്ങനെ, അപ്പോൾ ഏത് ഓപ്ഷൻസ് വേണമെങ്കിലും മാരുതി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓവറോൾ ഫീച്ചേഴ്സും സേഫ്റ്റിയും ടെക്നോളജിയും പെർഫോമൻസും എല്ലാം കൊണ്ടും നല്ലൊരു മികച്ചൊരു പ്ലേസ്മെൻറ്റിലാണ് നമ്മുടെ വിക്ടോറിയസ് വന്നിട്ടുള്ളത്. പ്രൈസിങ് ആണെങ്കിലും ഈ ഒരു കാറ്റഗറി വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ലൊരു അഫോർഡബിൾ പ്രൈസിങ്ങിലുമാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഓവറോൾ നോക്കുമ്പോൾ തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ 1 ലക്ഷത്തിലധികം വാഹനങ്ങൾ നമ്മുടെ വിപണിയിലേക്ക് ഇപ്പോൾ വിറ്റഴിക്കപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഈ ഒരു കാറ്റഗറി ഓഫ് വെഹിക്കിൾസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള മാരുതി സുസുക്കിയുടെ ഷോറൂം ഒന്ന് വിസിറ്റ് ചെയ്യുക. മസ്റ്റായിട്ടും ടെസ്റ്റ് എടുക്കുക കേട്ടോ. അപ്പം പുതിയൊരു ഇൻഫർമേഷൻ തോന്നിയെങ്കിൽ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.